ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു തിങ്കളാഴ്ച ബോക്സ് ഓഫീസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഒപ്പം കാന്താരയുടെയും അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു തിങ്കളാഴ്ചയും മികച്ച രീതിയിലാണ് സിനിമകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. കാന്താര, മിറാഷ്, ലോക, കരം, ബാൾട്ടി തുടങ്ങിയ ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം ബാൾട്ടിയിലേക്ക് തന്നെ കടന്നു ചെല്ലാം. ബാൾട്ടി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ്. ഇന്ന് 4-ാം ദിനമാണ് സിനിമയുടേത്. 607ഓളം ഷോകളിൽ നിന്ന് ഏകദേശം 20,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 13% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 30,77,000 രൂപയോളമാണ്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷനായിട്ട് വരുന്നത്. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഷെയ്ൻ നിഗം പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്ന ചിത്രമാണ്. ശാന്തനു ഭാഗ്യരാജ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഈ ഒരു സിനിമ കഴിഞ്ഞ എല്ലാ ദിനങ്ങളിലും മികച്ച രീതിയിൽ തന്നെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ആദ്യ ദിനം 72 ലക്ഷം രൂപയാണ് നേടിയെങ്കിൽ രണ്ടാം ദിനം 93 ലക്ഷം രൂപയും മൂന്നാം ദിനം 1,10 ലക്ഷം രൂപയുമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇന്ന് തിങ്കളാഴ്ച ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചു. അത് എല്ലാ സിനിമകൾക്കും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം, കാരണം വർക്കിംഗ് ഡേയ്സിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ. എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി സിനിമ 5 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഏകദേശം 7 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശനിയാഴ്ചയും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയായിരുന്നു. 1,10,00,000 എന്ന് പറയുമ്പോൾ 1,40 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്നലെയും നേടാൻ കഴിഞ്ഞത്. അതായത് ലോകയോടൊപ്പമാണ് സിനിമ മത്സരിക്കുന്നത്. എന്നിരുന്നാലും മികച്ച പ്രതികരണം തന്നെ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ ഒരു സിനിമ വലിയ രീതിയിലേക്കുള്ള ഒരു കാര്യമായി മാറുകയാണ്. വലിയ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ സിനിമ വന്നത്. തമിഴിലും അതേപോലെ മലയാളത്തിലും വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് ഒരു ആളുകൾ കയറുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുമുള്ളത്. ഇത് ബാൾട്ടി ഇന്ന് ഷെയ്ൻ നിഗത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലേക്ക് ഒന്ന് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ വന്ന ആസിഫ് അലിയും അപർണ മുരളിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് മിറാഷ്. മിറാഷിൻ്റെ 11-ാം ദിനമാണ് ഇന്ന്. ഈ ഒരു 11-ാം ദിനത്തിലും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനോടെ പോകാൻ കഴിയുന്നു. അത്ര മികച്ച പ്രതികരണമല്ല സിനിമയ്ക്ക് വന്നെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ സിനിമ പോവുകയാണ്. 220 ഷോകളിൽ നിന്ന് 4,213ഓളം ടിക്കറ്റുകൾ മാത്രമാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 10% ഒക്യുപ്പൻസിയിൽ 6,72,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് സിനിമ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷനായി വരുന്നത്. ഇന്നലെ ഇതേസമയം 22 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വന്നത്. അതായത് ഏകദേശം 30-35 ലക്ഷം രൂപ ഞായറാഴ്ച കളക്ഷൻ നേടിയ ചിത്രമാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 6 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. ട്രാക്ഡ് കളക്ഷൻസ് പ്രകാരം 4,53 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് വൈഡായിട്ടും സിനിമയ്ക്ക് ഉള്ള അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പതികമായി വന്നിട്ടില്ല. എന്നിരുന്നാലും ഒരു സ്റ്റഡി രീതിയിൽ തന്നെയാണ് ഈ 11 ദിവസങ്ങളിലും സിനിമ പോകുന്നത്. ഒരു നെഗറ്റീവ് ആകെയുള്ളത് ജിത്തു ജോസഫ് സിനിമയിൽ ആളുകൾ പ്രതീക്ഷ കൂടുതൽ അർപ്പിച്ചിരുന്നു, അതിലേക്ക് എത്തിയില്ല. ഒരുപാട് ട്വിസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നുവെങ്കിൽ പോലും എത്തിയില്ല. ആസിഫ് അലിയുടെ കരിയറിലെയും അത്ര നല്ല ചിത്രമായിട്ട് ആരും ഇതിനെ വിലയിരുത്തുന്നും ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ന്യൂനതയായി കണക്കാക്കാനുള്ളത്. എന്നിരുന്നാലും ആളുകൾ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് കളക്ഷൻസ് വരുന്നു. അതായത് ആവറേജ് 35-40 ലക്ഷം രൂപ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും സിനിമയ്ക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് കരം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഡീറ്റെയിലേക്ക് പോകാം. കരം എന്ന ചിത്രം ഇതിനോടകം തന്നെ അത്ര മികച്ച റെസ്പോൺസുകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയിലേക്ക് എത്തുകയാണ്. 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് വലിയ ഇടിവ് തന്നെയാണ് ഈ ഒരു തിങ്കളാഴ്ചയും കാണാൻ കഴിയുന്നത്. 295 ഷോകളിൽ നിന്ന് 2,655 ഷോകളിൽ നിന്നായിട്ട് 3% ഒക്യുപ്പൻസിയിൽ 4 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ. 1.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. കാന്താര തകർത്താടുകയാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ എന്ന് തന്നെ പറയാം. ഇനി സിനിമ റിലീസ് ചെയ്യാൻ 3 ദിനങ്ങൾ കൂടിയുണ്ട്. പക്ഷേ പ്രീസെയിലൂടെ സിനിമ റെക്കോർഡുകൾക്ക് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ കാന്താര ചാപ്റ്റർ 1 ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത് 1,10,00,000 രൂപയോളമാണ്. 1,283 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഓഡിയൻസായി വന്നിരിക്കുന്നത് 65,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ആളുകളാണ് എന്ന് പറയാം. 15% ഒക്യുപ്പൻസി ആണ്, അല്ലെങ്കിൽ 16% ഒക്യുപ്പൻസിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം, ഋഷഭ് ഷെട്ടി, രുക്മിണി വസന്ത്, ജയറാം തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിക്കുന്നത്. ഈ സിനിമയ്ക്ക് മറ്റൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കേണ്ട തന്നെ കാര്യമില്ല. കാന്താര എന്ന ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ കാന്താര ചാപ്റ്റർ 1 വേണ്ടി പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നല്ലാതെ അത് പ്രതീക്ഷിച്ചില്ലെങ്കിൽ തെറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. മലയാളികളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നായി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് പ്രീസെയിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നു എന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്ര വരുമ്പോഴത്തേക്ക് നമുക്ക്
വേൾഡ് വൈഡ് ആയിട്ട് 10 കോടിക്ക് മുകളിലുള്ള പ്രീ സെയിൽ നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും സിനിമയ്ക്ക് ഒരു ദിവസം മുന്നേ തന്നെ ഉള്ള പ്രദർശനങ്ങൾ ആരംഭിക്കുന്നു. 2-ാം തീയതിയാണ്, ഒക്ടോബർ 2-നാണ് സിനിമ വരുന്നതെങ്കിലും അതിന് മുന്നോടിയായി പെയ്ഡ് ആയിട്ടുള്ള ഒരു റിലീസ് ഉണ്ട് എന്നുള്ളത് തന്നെ, നമുക്ക് പ്രിവ്യൂ ഷോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 5000-ഓളം ടിക്കറ്റുകളാണ് ഇപ്പോഴും സിനിമയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ടിക്കറ്റുകളിൽ ഇന്ന് ഏകദേശം സിനിമയ്ക്ക് അഡ്വാൻസ് സെയിലിലൂടെ കാണുന്നത്, നമുക്ക് ഇന്നലത്തെ കാണുന്നത് ഏകദേശം 76 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. 76,000-ഓളം, 76 ലക്ഷമല്ല, 76,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നോർത്ത് അമേരിക്കയിലും സിനിമ $200,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കർണാടക ബോക്സ് ഓഫീസിൽ സിനിമ ബുക്കിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ 1 കോടിക്ക് മുകളിൽ പ്രീ സെയിൽ നടന്നു. അതേപോലെ തന്നെ ഐമാക്സ് തിയേറ്ററുകളിലെല്ലാം തന്നെ അവിടെയൊക്കെ ചിത്രമാണ്. ഏകദേശം ബാംഗ്ലൂരിൽ മാത്രം 400-ന് മുകളിലുള്ള തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നു. കൂടുതൽ റിപ്പോർട്ടുകളുമായി അടുത്ത ദിവസങ്ങൾ മുതൽ നമുക്ക് അതിനൊരു ഡീറ്റെയിൽ കളക്ഷനുമായിട്ട് വരാം. ഇനി നമുക്ക് ലോഗയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ലോഗയുടെ ഈ ഒരു തിങ്കളാഴ്ച അത് മിന്നുന്ന തിങ്കളാഴ്ച എന്ന് തന്നെയാണ് പറയാനുള്ളത്. 33-ാം ദിനത്തിലേക്കാണ് ലോഗ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു 31-ാം ദിനത്തിലും സിനിമയ്ക്ക് വന്നിരിക്കുന്നത് മികച്ച കളക്ഷൻ എന്ന് തന്നെ പറയാം. പ്രതീക്ഷയ്ക്കൊക്കെ മുകളിലേക്കുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് പോകുന്നത്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താൻ ഇനി സിനിമയ്ക്ക് എത്രയുണ്ട് എന്നുള്ള ദൂരം, അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ 931 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 35,000-ഓളം 34,738 ടിക്കറ്റുകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 15% ഒക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത്. 55,53,000-ഓളം രൂപയാണ് സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻ വരുന്നത്. 65 ലക്ഷം രൂപ വരെ വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതുവരെയുള്ള ഈ 55 ലക്ഷം രൂപ വെച്ച് നോക്കുമ്പോൾ 75 ലക്ഷം രൂപ സിനിമയുടെ ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ന് സിനിമ പ്രതീക്ഷിക്കുന്നത് 80-85 ലക്ഷം രൂപ ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്നുള്ളതാണ്. ഇനിയും ഏകദേശം നമുക്ക് 4 മണിക്കൂറുകൾ കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. തീർച്ചയായും ആ റേഞ്ചിലേക്ക് വരും. എന്തായാലും ഒരു പുതിയ റെക്കോർഡ് കൂടി ഓരോ ദിവസവും തീർത്തു കൊണ്ടുപോകുന്ന ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി, മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി, അങ്ങനെ തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ടോപ്പാകുന്നു. ഇനിയും ഹിന്ദിയിൽ എടുത്തു പറയുകയാണെങ്കിൽ സിനിമയുടെ മറ്റൊരു സംഭവം വന്നിരിക്കുന്നു. 25 ദിനങ്ങളിലും സിനിമ പ്രദർശനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് തിയേറ്ററുകളാണെങ്കിൽ പോലും സിനിമയ്ക്ക് 2 ലക്ഷം രൂപ വെച്ച് വരുന്നു എന്നുള്ളതാണ്. 4,80,00,000 രൂപ ഹിന്ദിയിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നു. മൊത്തം ഹിന്ദിയിൽ നിന്ന് വന്നിരിക്കുന്നത് 8 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ആണ് മികച്ചു നിൽക്കുന്നത്. തമിഴിൽ സിനിമയ്ക്ക് ശനി, ഞായർ ദിനങ്ങളിൽ നിന്ന് മാത്രമായി ലഭിച്ചിരിക്കുന്നത് 1,10,00,000 രൂപയ്ക്ക് മുകളിലാണ്. ശനിയാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 45 ലക്ഷം രൂപയാണെങ്കിൽ ഞായറാഴ്ച 65 ലക്ഷം രൂപയോളം വന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും കേരളത്തിന് പുറത്തും ഇൻസെയിൻ കളക്ഷൻ തന്നെയാണ് വരുന്നത്. ഇന്ന് സിനിമയ്ക്ക് 15 ലക്ഷത്തോളം ഉണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് സിനിമ സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ശനിയാഴ്ച സിനിമ നേടിയിരിക്കുന്ന കളക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 973 ഷോകളായിരുന്നു ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നത്. 1,50,00,000 രൂപ, 1,49,50,800 രൂപയോളമാണ് ട്രാക്ക്ഡ് കളക്ഷനിലൂടെ വന്ന് 1,80,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. ഇനിയും ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള ആ ഒരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107.19 കോടിയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ ലഭിക്കാനുള്ളത്. ഇപ്പോൾ സിനിമ എത്തി നിൽക്കുന്നത് ട്രാക്കിംഗ് പ്രകാരം 103.75 കോടിയാണ്. അതായത് നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 3 കോടിക്ക് താഴെ, അല്ലെങ്കിൽ 3 കോടിയോളമാണ് സിനിമയ്ക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതായത് 3,25,00,000 അല്ലെങ്കിൽ 3,50,00,000 രൂപയുടെ താഴെ എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 32 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 112 കോടിയും കടന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. 112 കോടിയും കടന്ന് നിൽക്കുന്ന ഈ ഒരു ചിത്രം ഇനി വേണ്ടത് 6.5 കോടിയോളമാണ് അങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ. അതേപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷനായിട്ട് പുറത്തു വരുന്നത് 289 കോടിയിലേക്ക് ഇന്നുകൊണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 31 ദിനത്തെ വന്നിരിക്കുന്ന 286 കോടിയാണ് എന്നുള്ളതാണ്. 32ാം ദിവസം അത്രത്തോളം കളക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് 288 കോടിക്ക് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇന്ന് 289 കോടി കടക്കും, 90 കോടിയിലേക്ക് എത്തും, 290 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് 300 കോടിയിലേക്ക് എത്തുക എന്നത് ഇനി ഒരു 11 കോടി, 10 കോടി, 11 കോടി ആ ഒരു ഡിഫറൻസ് തന്നെയാണ് വരുന്നത്. എന്തായാലും രസകരമായ കാര്യം ചില ട്രാക്കർമാരെ കുറിച്ചാണ്. ആദ്യമൊക്കെ അവർ കറക്റ്റായിട്ട് പോയെങ്കിൽ, പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള വലിയ ട്രാക്കർമാരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ കളക്ഷൻ കുറയ്ക്കുകയാണ്. അവരുടെ കളക്ഷൻ കുറയുന്നു എന്ന് പറയുന്നത് വെറുതെ പറയുന്ന
കോമഡി തോന്നുന്ന കാര്യങ്ങളിലൂടെയാണ്. വേറെ ഒന്നുമല്ല. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കണക്കുകളുടെ താഴെ വരുന്നു. അതായത് 30-ആം ദിനം പറഞ്ഞതിനേക്കാളും താഴെ വരുന്നു 32-ാം ദിവസത്തേക്കുള്ള കണക്കുകൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകട്ടെ. സിനിമ ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമോ എന്നുള്ളൊരു നോട്ടമാണ്. ഇൻഡസ്ട്രി ഹിറ്റ് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്താണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയ ചിത്രം ക്വാളിറ്റി കൊണ്ടും അത് തന്നെ ആണ് നേടിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം ഇതുവരെ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും സിനിമയൊന്ന് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്.